ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സ്മാർട്ട് സ്റ്റഡി. അപ്പോൾ ഇന്ന് നമ്മൾ 3ാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ മലയാളത്തിലെ യൂണിറ്റ് 2-ലെ അവസാനത്തെ പാഠമായ മണിച്ചെപ്പ് എന്ന പാഠമാണ് നോക്കാൻ പോകുന്നത്. ഈ പാഠഭാഗവും അതുപോലെ തന്നെ ഇതിലെ എല്ലാ പ്രവർത്തനങ്ങളും ക്വസ്റ്റ്യനുകളും ആൻസറുകളും നമ്മൾ നോക്കുന്നുണ്ട് ഈ വീഡിയോയിൽ. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു പത്രവാർത്തയാണ് തന്നിട്ടുള്ളത്. ഈ പത്രവാർത്തയാണ് നമ്മളെ പാഠഭാഗം. സ്കൂൾ ദിനപത്രം മണിച്ചെപ്പ് എന്നാണ് പത്രത്തിൻ്റെ പേര്. GLPS അരിമംഗലം സ്കൂളിലെ പത്രവാർത്തയാണ്. അപ്പോൾ ഈ ഒരു പത്രവാർത്തയിലെ ഹെഡിങ് എന്താണ്? ഓരോ വറ്റും പദ്ധതി ആരംഭിച്ചു. ഓരോ വറ്റും പദ്ധതി ആരംഭിച്ചു എന്നതാണല്ലേ നമ്മൾ ഈ ഒരു പത്രത്തിൻ്റെ ഹെഡിങ് ആയിട്ട് നൽകിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്താണ് ആ പത്രവാർത്ത എന്ന് നോക്കാം. അരിമംഗലം. അപ്പോൾ പത്രവാർത്തക്ക് നമുക്കറിയാം ആദ്യം തന്നെ ഏത് സ്ഥലമാണ് എന്നുള്ളത് ഉണ്ടാകും. അവിടെ അരിമംഗലം എന്ന സ്ഥലമാണ് കൊടുത്തിട്ടുള്ളത്. പാഴാക്കി കളയുന്ന ഓരോ വറ്റും മറ്റനേകം കുട്ടികളെ വിശപ്പിലേക്കു തള്ളിവിടുന്നുണ്ടെന്ന് അരിമംഗലം ഗവൺമെൻറ് LP സ്കൂൾ ലീഡർ C. അലീന അഭിപ്രായപ്പെട്ടു. ഭക്ഷണം പാഴാക്കി കളയുന്നത് അവസാനിപ്പിക്കാനായി സ്കൂൾ ആരംഭിച്ച ഓരോ വറ്റും പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അലീന. ഒരു വറ്റ് പോലും പാഴാക്കാതെ ഭക്ഷണം കഴിക്കുന്ന ശീലം എല്ലാ കുട്ടികളിലും വളർത്തുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം. സ്കൂളിൽ പ്രതിദിനം 5 കിലോയിലധികം ചോറും കറികളും പാഴാക്കി കളയുന്നുണ്ടെന്ന് പഠന പ്രവർത്തനത്തിൻ്റെ ഭാഗമായി കുട്ടികൾ കണ്ടെത്തിയിരുന്നു. അതേസമയം രാജ്യത്ത് ലക്ഷക്കണക്കിന് കുട്ടികൾ വേണ്ടത്ര ആഹാരം ലഭിക്കാതെ വലയുന്നുമുണ്ട്. ഈ സാഹചര്യത്തിലാണ് സ്കൂൾ ഓരോ വറ്റും പദ്ധതി ആരംഭിക്കുന്നത്. ഭക്ഷണം പാഴാക്കുന്നത് തടയുന്നതോടൊപ്പം സ്കൂളിലെ മാലിന്യ പ്രശ്നം പരിഹരിക്കാനും ഈ പദ്ധതി വഴി സാധിക്കുമെന്ന് PTA പ്രസിഡന്റ് P. സനോജ് പറഞ്ഞു. ഒരു മാസത്തിനകം ഭക്ഷണം പാഴാക്കാത്ത സ്കൂൾ എന്ന നേട്ടം കൈവരിക്കാനാവുമെന്ന് ഹെഡ് മിസ്ട്രസ് G. ഷീല അഭിപ്രായപ്പെട്ടു. ഉദ്ഘാടന യോഗത്തിൽ C. റീന സ്വാഗതവും K. V. അരുൺ നന്ദിയും പറഞ്ഞു. അതിൻ്റെ ഇടയിൽ നമുക്ക് മേലെ ഒരു പച്ച ബോക്സ് തന്നിട്ടുണ്ട്. അതെന്താണെന്ന് നോക്കാം. രാജ്യത്ത് ലക്ഷക്കണക്കിന് കുട്ടികൾ വേണ്ടത്ര ആഹാരം ലഭിക്കാതെ വലയുന്നുണ്ട്. ഈ സാഹചര്യത്തിലാണ് സ്കൂൾ ഓരോ വറ്റും പദ്ധതി ആരംഭിക്കുന്നത്. അപ്പോൾ എന്താണ് ഈ ഒരു പത്രവാർത്തയിൽ പറയുന്നത്? GLPS അരിമംഗലം സ്കൂളിലെ ഒരു പത്രവാർത്തയാണല്ലേ ഇത്. ഇതിൽ സ്കൂളിൽ ഓരോ വറ്റും എന്ന പദ്ധതിയെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഓരോ വറ്റും പദ്ധതി എന്തിനാണ് അവർ കൊണ്ടുവന്നത്? സ്കൂളിൽ ഓരോ ദിവസവും 5 കിലോ ചോറും അരിയും എല്ലാം കുട്ടികൾ പാഴാക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ അത് തടയുന്നതിന് വേണ്ടിയിട്ടാണ്. ഭക്ഷണമില്ലാതെ എത്രത്തോളം കുട്ടികളാണ് നമ്മളെ നാട്ടിൽ രാജ്യത്ത് കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ഭക്ഷണം പാഴാക്കുന്നതിന് തടയുന്നതിന് വേണ്ടിയാണ് സ്കൂൾ അധികൃതരും മറ്റും ഈ ഒരു പദ്ധതി കൊണ്ടുവന്നത് അല്ലേ. അപ്പോൾ അതിനെക്കുറിച്ചായിരുന്നു നമ്മൾ ഈ പത്രവാർത്തയിൽ പറഞ്ഞിരുന്നത്. ഇനി നമുക്ക് നോക്കാം. നമുക്കിനി ഇതിലെ ചോദ്യോത്തരങ്ങൾ നോക്കാം. ഈ വാർത്ത വായിച്ചപ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് വന്ന ചിത്രങ്ങൾ, സംഭവങ്ങൾ, വാർത്തകൾ എന്നിവ എന്തെല്ലാം? അപ്പോൾ നമ്മളോട് ഈ ഒരു വാർത്ത വായിച്ചപ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വന്നത് എന്തൊക്കെയാണ്? എന്തൊക്കെ ചിത്രങ്ങളാണ് വന്നത്? എന്തൊക്കെ സംഭവങ്ങളാണ്, വാർത്തകൾ ആണ് വന്നത് എന്നത് നമ്മളോടൊന്ന് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് നോക്കാം. ഉത്തരം: യുദ്ധങ്ങളാലും മറ്റും നിരവധി പേർ പട്ടിണി കിടക്കുന്ന അവസ്ഥയാണ് എനിക്ക് ഓർമ്മ വന്നത്. പ്രത്യേകിച്ച് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഫലസ്തീൻ-ഇസ്രായേൽ യുദ്ധം. ഒട്ടേറെ കുട്ടികളും മുതിർന്നവരും അവിടെ ദുരിതം അനുഭവിക്കുന്നത് നമ്മൾ എന്നും പത്രങ്ങളിൽ കാണുന്നതാണ്. വിശപ്പിൻ്റെ വില അറിയാത്ത നമ്മൾ ഒരിക്കലെങ്കിലും അവരെക്കുറിച്ച് ചിന്തിക്കണം. കഴിഞ്ഞ ദിവസം ഫലസ്തീനിലെ ഒരു കുട്ടി പുല്ല് തിന്ന് വിശപ്പ് അകറ്റുന്ന വീഡിയോ കണ്ടതിനെക്കുറിച്ചും എനിക്ക് ഓർമ്മ വന്നു. നമ്മൾ എത്രയോ ഭക്ഷണം വീട്ടിലും സ്കൂളിലും കല്യാണങ്ങളിലും പാഴാക്കി കളയുന്നു. ജലത്തെ പോലെ തന്നെ ഭക്ഷണവും നമ്മൾ പാഴാക്കാതെ സൂക്ഷിക്കണം. അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ എഴുതേണ്ടത്. അപ്പോൾ കൂട്ടുകാർക്ക് മനസ്സിലേക്ക് വന്ന ചിത്രങ്ങളോ വീഡിയോകളോ ഇനിയും ഉണ്ടെങ്കിൽ കൂട്ടുകാർക്ക് എഴുതി ചേർക്കാം. കൂട്ടുകാരുടെ മനസ്സിൽ വരുന്നത് കൂട്ടുകാർക്ക് എഴുതാട്ടോ. രണ്ടാമത്തെ ചോദ്യം നോക്കാം. ഈ സ്കൂളിൻ്റെ മാതൃകയിൽ നിങ്ങളുടെ സ്കൂളിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യാൻ കഴിയുക? ചർച്ച ചെയ്യൂ. അപ്പം നമ്മൾ ഈ പാഠഭാഗത്തിലെ സ്കൂളിൽ ഓരോ വറ്റും എന്ന പദ്ധതി കൊണ്ടുവന്നല്ലേ. അതുപോലെ നമ്മൾ സ്കൂളിൽ എന്തൊക്കെ ചെയ്യാൻ കഴിയും എന്നാണ് ചോദിക്കുന്നത്. ചർച്ച ചെയ്ത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം. ഭക്ഷണം സംരക്ഷിക്കുന്നതിൻ്റെ വില മനസ്സിലാക്കുന്നതിനായി ബോധവൽക്കരണ ക്ലാസുകൾ, പോസ്റ്റർ നിർമ്മാണം, നോട്ടീസുകൾ നിർമ്മിച്ച് വിതരണം ചെയ്യൽ, ഭക്ഷണം പാഴാക്കുന്നവർക്ക് തക്കതായ ശിക്ഷ നൽകൽ, സൗജന്യ ഭക്ഷണം ഏർപ്പെടുത്തുന്നതിലൂടെ ഭക്ഷണം വാങ്ങാൻ കഴിയാത്ത കുട്ടികളെ സഹായിക്കൽ, ചുറ്റുപാടുകളിൽ അന്വേഷിച്ച് ഭക്ഷണം കിട്ടാത്തവരെ കണ്ടുപിടിച്ച് അവർക്ക് ഭക്ഷണം നൽകൽ തുടങ്ങിയവ നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്തത് മൂന്നാമത്തെ ചോദ്യം. ഓരോ വറ്റും പദ്ധതി പോലെ മറ്റൊരു സ്കൂളിൽ
ശുചിത്വ സന്ദേശ പോസ്റ്ററുകൾ തയ്യാറാക്കി ഒട്ടിക്കുന്ന പ്രവർത്തനമാണ് നടന്നത്. അവർ തയ്യാറാക്കിയ പോസ്റ്ററുകൾ നോക്കൂ. പോസ്റ്ററുകൾ തയ്യാറാക്കി വീട്ടിലും പൊതുസ്ഥലങ്ങളിലും പ്രദർശിപ്പിക്കൂ. അപ്പോൾ ആ സ്കൂളിൽ നടന്നത് ഓരോ വറ്റും പദ്ധതിയാണെങ്കിൽ വേറൊരു സ്കൂളിൽ ശുചിത്വ സന്ദേശ പോസ്റ്ററുകൾ തയ്യാറാക്കി ഒട്ടിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ താഴെ കുറച്ച് പോസ്റ്ററുകൾ കൊടുത്തിട്ടുണ്ട്. അത് നോക്കാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അത് നോക്കിയിട്ട് പോസ്റ്ററുകൾ തയ്യാറാക്കി വീട്ടിലും പൊതുസ്ഥലങ്ങളിലും പ്രദർശിപ്പിക്കാനും നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കവിടെ 3 എണ്ണം തന്നിട്ടുണ്ട് അല്ലേ, 3 പോസ്റ്ററുകൾ തന്നിട്ടുണ്ട്. അപ്പോൾ ആ 3 പോസ്റ്ററുകളും കൂട്ടുകാർ നന്നായി നോക്കണം. എന്നിട്ട് അതുപോലെ പോസ്റ്ററുകൾ തയ്യാറാക്കി നമ്മളെ വീട്ടിലും പൊതുസ്ഥലങ്ങളിലൊക്കെ പ്രദർശിപ്പിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത് കൂട്ടുകാർക്ക് ചെയ്യാനുള്ളൊരു വർക്കാണ്. അപ്പോൾ ഇത് കൂട്ടുകാർ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ വർക്കുകളാണ് നമുക്ക് ഈ പാഠഭാഗത്തുള്ളത്. അപ്പോൾ ഈ പാഠഭാഗവും അതിലെ എല്ലാ ചോദ്യോത്തരങ്ങളും കൂട്ടുകാർക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.